Hi friends, welcome to my channel Ananya's Cooking and Beauty Tips. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകണ മുമ്പ് ആദ്യമായിട്ട് ഞാൻ പറയാം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തിയ ശേഷം ഓൾ ഉള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഞാനിടുന്ന വ്യത്യസ്തമായ ബ്യൂട്ടി ടിപ്സും പിന്നെ ഹെയർ റെസിപ്പിയും പിന്നെ കുക്കിംഗ് റെസിപ്പീസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവർ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനോടൊപ്പം ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഹെയർ ഗ്രോത്ത് റെസിപ്പി ആട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യാഹോ ലോങ് ഹെയർ വില്ലേജ് എന്ന് പറഞ്ഞ് ചൈനയിലുള്ളൊരു വില്ലേജാണ്. അവിടുത്തെ വുമൻസിൻ്റെ അല്ലെങ്കിൽ ഗേൾസിൻ്റെ ഹെയർ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല നീളവും നല്ല കറുത്തിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു മുടിയായിരിക്കും. അപ്പം അവർക്ക് എങ്ങനെയാണ് ആ മുടി ലഭ്യമാവുന്നത്, അവർക്ക് എങ്ങനെയാണ് അത്രയും സ്ട്രോങ് ആവും, അത്ര നല്ല ഹെൽത്തി ആയിട്ട് മുടി കിട്ടണേ, നമുക്ക് ആ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങളും യാഹോ ലോങ് ഹെയർ വില്ലേജിന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു റെസിപ്പി കിട്ടും. എന്തായാലും ഞാൻ അത് വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളം കേട്ടോ. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പം നമ്മൾ തിളപ്പിക്കുന്ന കഞ്ഞിവെള്ളമല്ല, നമ്മൾ അരി കഴുകൂലേ, രണ്ടാമത്തെ പ്രാവശ്യം അരി കഴുകുമ്പോൾ ആ വെള്ളവും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ തൊലി പുറത്തെ തൊലി മാത്രം, നാരങ്ങ എടുക്കൽ, നാരങ്ങയുടെ തൊലി, പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ എണ്ണയാട്ടോ. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് കാസ്റ്റർ ഓയിലാണ്. നിങ്ങൾക്ക് ഏതൊരു ടൈപ്പ് ഓഫ് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം, അത് നല്ലതാണ്. ഇപ്പോൾ ലാവൻഡർ ആയാലും റോസ്മേരി ആയാലും ഏതൊരു ഇതായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത ശേഷം നമുക്ക് കാസ്റ്റർ ഓയിൽ, പിന്നെ കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, പിന്നെ നമ്മൾ കാച്ചിയ എണ്ണ, അതൊക്കെ പറയൂലേ, അങ്ങനത്തെ എണ്ണയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാസ്റ്റർ ഓയിൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും, ബിക്കോസ് നിങ്ങളുടെ ഹെയർ റീഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെൻറ്റാസ്റ്റിക് ഓയിലാണ്. സോ നിങ്ങൾ ആ ഒരു കാസ്റ്റർ ഓയിൽ ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയുടെ ഗുണങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ബെനിഫിറ്റ്സ്. നമ്മൾ ഹെയർ കെയർ ചെയ്യാനായിട്ട് നമ്മൾ ഇഞ്ചിയുടെ എണ്ണ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇഞ്ചി പിഴിഞ്ഞ ജ്യൂസൊക്കെ നമ്മുടെ ഈ തണുത്ത കാലത്തൊക്കെ നല്ലോണം മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫ് വരാതിരിക്കാനും പിന്നെ നമ്മുടെ ഹെയർ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇഞ്ചി. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി തൊലി പൊളിച്ച ശേഷം ഒന്ന് കഴുകിയിട്ട് അത് കഞ്ഞി വെള്ളത്തിലേക്ക് ഇടണം. ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ടീ സീഡ് പൗഡറാണ്. ടീ സീഡ് പൗഡർ അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എന്തായാലും എടുക്കുന്നില്ല, എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്, എൻ്റെ കയ്യിൽ ഇല്ല. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാലും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അത് ഞാൻ റിസർച്ച് ചെയ്തപ്പം അതൊരു പറഞ്ഞത്, നെറ്റ് സെർച്ച് ചെയ്തപ്പം അത് പെസ്റ്റിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന. സോ അത് നമ്മുടെ ഹെയറിന് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. മേ ബി ക്ലെൻസിങ് ഏജന്റ് ആയിട്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ കയ്യില്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിരിക്കുവാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത്, ഇതൊന്ന് നമുക്ക് തിളപ്പിക്കണം. തിളപ്പിച്ച ശേഷം ജസ്റ്റ് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൽ, ഒരു പ്ലാസ്റ്റിക് കുപ്പിക്കകത്തിട്ട് നല്ലോണം അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് നിങ്ങളിത് ഒരാഴ്ച, അതായത് ഒരു 7 ദിവസം കഴിയുമ്പം തുറന്നു നോക്കുക. 7 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പം ഈ 7 ദിവസത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം, അത് കേടായിട്ടുണ്ടോ, ഒരു ഫോൾ സ്മെല്ല് വന്നുണ്ടോ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്ന് തന്നെ അത് യൂസ് ചെയ്യണം, പിന്നെയും വെച്ചുകൊണ്ടിരുന്നാൽ കേടാവും. ഇനി അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 7 ഡേയ്സ്, ഒരാഴ്ച കഴിയുമ്പം അത് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ തലയിലേക്ക് ഷാമ്പൂ പോലെ അപ്ലൈ ചെയ്യുക. നിങ്ങളിത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലോണം തലയിലേക്ക് ഒഴിച്ച ശേഷം ഒരു 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റ് വെച്ച ശേഷം മസാജ് ചെയ്യുക. 10 മിനിറ്റിന് ശേഷം ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. ഇത് നിങ്ങൾ 3 ഡേയ്സ് കൂടുമ്പോൾ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ അടുത്ത 3 ദിവസം കഴിയുമ്പോൾ ചെയ്യാം അടുത്തേത്. അപ്പം നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസമായിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഒരു മന്ത് യൂസ് ചെയ്യാം, സൂപ്പർ റിസൾട്ടാണ് ഇതിന് കിട്ടുക. ഇപ്പോൾ നിങ്ങളിപ്പം ഇന്നുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇന്ന് എടുക്കുമെന്ന് വെച്ചോ, ആ സൊല്യൂഷൻ ഫ്രിഡ്ജിലാണ്. 4ാമത്തെ ദിവസം ആകുമ്പോൾ അടുത്ത കഞ്ഞിവെള്ളം എടുത്ത് റെഡിയാക്കി വെച്ചോളൂ. അപ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ശരി, അപ്പോൾ നമുക്ക് യാഹോ ലോങ് ഹെയർ വില്ലേജ് വിമൻ്റെ സീക്രട്ട് റെസിപ്പി എന്താണെന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കഞ്ഞിവെള്ളമാണ്. ഇത് നമ്മൾ തിളപ്പിച്ചൂറ്റിയ കഞ്ഞിവെള്ളമല്ല, നമ്മൾ അരി കഴുകിയല്ലേ ആ സമയത്ത് എടുക്കുന്ന കഞ്ഞിവെള്ളം. ഞാനിത് 2ാമത്തെ പ്രാവശ്യം കഴുകിയപ്പോൾ എടുത്ത കഞ്ഞിവെള്ളമാണിത്. ആദ്യത്തെ എടുക്കേണ്ട, കാരണം അതിനകത്ത് പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോട്ടെ കഴുകി. 2ാമത്തെ പ്രാവശ്യം കഴുകിയിട്ട് ആ വെള്ളം കളയാതെ
നമുക്കിങ്ങനെ എടുത്ത് വെക്കാം. ആ ഒരു കഞ്ഞിവെള്ളമാണിത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് എണ്ണയാട്ടോ. ഏതൊരു ടൈപ്പ് ഓഫ് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ കാസ്റ്റർ ഓയിൽ എടുത്തേക്കണേ. കാസ്റ്റർ ഓയിലിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയർ റീഗ്രോത്ത് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഹെയർ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാനും സഹായിക്കും. അതിൻ്റെ പേരാണ് ഞാൻ ഇവിടെ കാസ്റ്റർ ഓയിൽ എടുത്തേക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് അരമുറി നാരങ്ങയുടെ തൊലിയാണ് കേട്ടോ. അരമുറി നാരങ്ങയുടെ തൊലിയാണ് നമുക്കിവിടെ വേണ്ടത്, തൊലി മാത്രം. അത് നല്ലോണം കഴുകിയ ശേഷം ഇവിടെ വയ്ക്കാം. അപ്പം ഇത്രയും ഒരു സാധനം മാത്രം മതി നമ്മുടെ ഈ യാഹോ ലോങ് ഹെയർ വില്ലേജ് വിമൻ്റെ സീക്രട്ട് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. നല്ലോണം സെർച്ച് ചെയ്തെടുത്ത റെസിപ്പിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി വേണം, ടീ സീഡ് പൗഡർ എന്നും പറഞ്ഞൊരു ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. നമ്മളിവിടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല, എൻ്റെ ഇവിടെ ഇല്ല, അതുകൊണ്ട് അതിനെ സ്കിപ്പ് ചെയ്യുകയാണ്. അതിപ്പം അതിനകത്ത് അത്ര ഇതൊന്നും ബെനിഫിറ്റ്സ് എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്കിപ്പ് ചെയ്യും. എന്തായാലും നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ ആ നാരങ്ങ നമ്മൾ കഴുകി വെച്ചേക്കണത് തൊലി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു എണ്ണമയം കാണുന്നില്ലേ, ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് വരാം. തിളപ്പിച്ച ശേഷം ഒന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് വരാം. അതേ നമ്മളിത് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യണം. ഇളക്കി ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ കാസ്റ്റർ ഓയിൽ 1 ടീസ്പൂണാണ് ഒഴിച്ചേക്കണേ. നിങ്ങളുടെ ഈ കാസ്റ്റർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന എണ്ണയൊക്കെയിലായിരിക്കും, അതായാലും 1 ടീസ്പൂണായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏതൊരു എണ്ണ നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഓലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ കാസ്റ്റർ ഓയിൽ ഞാൻ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റർ ഓയിൽ നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് കാസ്റ്റർ ഓയിൽ നമ്മുടെ തലയ്ക്ക് മുടി ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ പേരിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ദേ തള വരുന്നുണ്ട്, നല്ലോണം തിളക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ മറന്നുപോയിട്ട്, അപ്പോൾ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ദേ ഒരു കഷ്ണം ഇഞ്ചി, ദേ ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മാത്രം മതി. ഈ ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആക്ച്വലി നമ്മൾ ആ ലെമണിൻ്റെ തൊലിയൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം, ഞാൻ മറന്നുപോയതായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഒന്ന് തീ കുറച്ച് വെച്ച ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്കും അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിക്കോളും. ഈ ഇഞ്ചി നമ്മൾ എന്തിനാ ആഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയുടെ എണ്ണയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അതുപോലെ ഇഞ്ചിയുടെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ട് തലയിലൊക്കെ തേക്കുന്നവരൊക്കെ ഉണ്ട്. ചിലവർക്ക് ജലദോഷം പിടിക്കും, പക്ഷെ അത് ഹെയർ കെയർ ചെയ്യുന്ന ഒരു ടിപ്പാട്ടോ. അപ്പം ജിഞ്ചർ നല്ലതാണ്. അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി പൊളിച്ച ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ച് കൊടുക്കാം, കാരണം ഇപ്പോൾ ഇട്ടതല്ലേ ഉള്ളൂ. അതിൻ്റെ പേരിൽ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്ന കേട്ടോ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, ഇത് തണുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നമുക്ക് ഒഴിച്ച് വെക്കാം. അതിനുശേഷം നല്ലോണം അടച്ച ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. അത് നിങ്ങൾ 2 ഡേയ്സ് കൂടുമ്പം ഒന്നെടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു ഫോൾ സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ യൂസ് ചെയ്യുക. അത് കാരണം കൂടുതൽ സമയത്തേക്ക് വെച്ചേക്കാൻ കൊള്ളില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സ്മെല്ലൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 ദിവസം കഴിയുമ്പം ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് നമുക്ക് നാരങ്ങയുടെ തൊലിയൊക്കെ ഇട്ടതിൻ്റെ പേരിൽ തന്നെ അത്ര സ്മെല്ലൊന്നും വരില്ല, ഒട്ടും കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ലേ വരില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് നോക്കുക. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ യാഹോ ലോങ് ഹെയർ വില്ലേജിൻ്റെ റൈസ് വാട്ടർ റെസിപ്പി. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്തായാലും നിങ്ങൾ 1 മന്ത് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഉടനെ ഒരു റിസൾട്ട് ഒന്നും കിട്ടില്ല, നമ്മുടെ ഹെയർ അത്ര ഇതല്ലല്ലോ. അപ്പോൾ നമുക്ക് 1 മന്ത് യൂസ് ചെയ്യുക. 3 ഡേയ്സ് കൂടുമ്പോൾ യൂസ് ചെയ്ത് ആഴ്ച 2 ഡേയ്സ്, അതായത് 1 മന്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാമ്പൂ ഉപയോഗിക്കലുണ്ട്. ഷാമ്പൂവിന് പകരമാണ് ഇത്. നല്ല ക്ലെൻസിങ് ഏജൻ്റാണ്. നമ്മുടെ ജിഞ്ചറും അതൊക്കെ തന്നെ നമ്മുടെ ഹെയറിന് നല്ലൊരു ഇതായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. പിന്നെ നിങ്ങളുടെ കമൻറ്റും ഞാൻ എന്നെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം ഈ ഒരു ചാനൽ ഷെയർ ചെയ്യണം, അവർക്കും ഈ ഒരു ഹെയർ റെസിപ്പി അറിഞ്ഞിരിക്കട്ടെ. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.